ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ആക്രമിച്ചവരുടെ കൂടെയാണത്രേ പിണറായി വിജയൻ നിന്നത്. രാഹുൽ ഗാന്ധി, നിങ്ങൾ ഈ രാജ്യത്തിന്റെ നേതാവാണ്. രാഹുൽ ഗാന്ധി, നിങ്ങൾ കളവ് പറയാൻ പാടില്ല. നിങ്ങളിന്ന് ജനം പ്രതീക്ഷിക്കുന്ന നിലവാരമാണ്. ആ നിലവാരം നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടല്ല, ഈ KC വേണുഗോപാൽ ചെവി കടിക്കുന്നുണ്ടാ. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ KC വേണുഗോപാലിന്റെ ചെവികടി നിങ്ങൾ മോചിതനാവണം. അല്ലെങ്കിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നിങ്ങൾ രക്ഷപ്പെടില്ല. അല്ലെങ്കിൽ ഒരു നയാ പൈസ പോലും മൊഴി തന്നില്ല. ഞാൻ ഇപ്പം വിചാരിക്കുന്നത് ആ കുട്ടി മോഡിയുടെ മുഖത്ത് മൂത്രമൊഴിച്ച മതിയെന്നു ബാഗിൽ. എന്നാൽ അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവുന്നു. രാഹുൽജി അല്ലേ? രാഹുൽജി ഇപ്പം എന്താ പറയുന്നത്? അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കും, മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് KC വേണുഗോപാൽ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തു. എന്താ? സ്വർണം കറ്റതാൽപ്പാ. അത് ഇംഗ്ലീഷിൽ മലയാളീകരിച്ച് വായിക്കുമ്പോൾ മലയാളം ഇംഗ്ലീഷിൽ എഴുതി വായിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ചെറിയ ബാലസംഘക്കാരൻ മുതൽ പാർട്ടിയുടെ ബന്ധുക്കളും എണീറ്റ് കിടക്കാൻ കാത്ത ആൾക്കാരും എല്ലാം ഫേസ്ബുക്കിലിട്ടു. സോണിയക്ക് അമ്മേനെ ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യം എന്താ? അമ്മമാരെ പറയിക്കുന്ന മക്കളായി ഇപ്പോഴും മാറാൻ പാടുണ്ടോ? രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിൽ നിന്നും നിലവാരം നാം പ്രതീക്ഷിക്കുന്നു. ആ നിലവാരം രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിന് കിട്ടിയോ? എത്ര നിയമങ്ങൾ നമ്മൾ പാസാക്കി? ആ നിയമങ്ങൾ, നിയമസഭ എന്നത് നിയമനിർമ്മാണ സഭയാണ്. ആ നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ പാസാക്കി തരണ്ടേ? ആ നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ഗവർണർ ഉപയോഗിച്ച് അട്ടിമറിക്കുന്നു. നിയമനിർമ്മാണം നടത്തിയാൽ സഭ നിയമം പാസാക്കി, അതിനകത്ത് ഒപ്പുവെക്കേണ്ട ഒരാൾ ഞാനാണ്, സ്പീക്കർ. സൈൻ മാനുവൽ എന്ന് പറയാം. ആ സൈൻ മാനുവലിനകത്ത് അടുത്ത കോളം 1 ബന്ധപ്പെട്ട മന്ത്രി, 2 സ്പീക്കർ, 3-മത്തത് ഗവർണർ. 16 നിയമങ്ങൾ ഞാൻ ഒപ്പുവെച്ച് രാജ്ഭവനിലേക്ക് പോയി. ഈ 16 നിയമങ്ങളും RSSന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവർണർ പിടിച്ചു വച്ചിരിക്കുക. 16 നിയമങ്ങൾ. ഇതൊരു ഫെഡറൽ സിസ്റ്റത്തിന് ഭൂഷണമാണോ? ഇവർ പറയുന്നു അന്തർധാര എന്ന് പ്രചരിപ്പിക്കുമ്പം സംസ്ഥാനത്ത് ലഭിക്കേണ്ട പണം തരുന്നില്ല. സംസ്ഥാനത്തിന്റെ നിയമങ്ങൾ പാസാക്കാൻ ഗവർണർ ഉപയോഗിച്ച് അട്ടിമറിക്കുന്നു. ഇതല്ലേ സാഹചര്യം? ഇത് മാത്രമാണോ? സിനിമാ തിയേറ്റർ വിട്ടാൽ ചിത്രവാണിയുടെ മുന്നിൽ പോയി കലന്തൻ ഹാജി നിൽക്കും. എന്നിട്ട് ഷിങ്കിട് അനൗൺസ് ചെയ്യും, കലന്തൻ ഹാജി ഇതാ 100 കണക്കിന് വാഹനം അകമ്പടിയോട് 100 കണക്കിന് ആളുകളുടെ അകമ്പടിയോട് കടന്നു വരുന്നു. പ്രഖ്യാപനം, പൊന്നം പാലം പൊന്നാക്കും, ആകാശത്ത് പന്തലിടും. അതുപോലെ അഭിനവ കാലത്തെ കലന്തൻ ഹാജിയാണ് VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും. ഒരു പ്രഖ്യാപനത്തിനപ്പുറത്ത് ഒരു കാര്യവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുമോ അതെല്ലാം സ്വീകരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് കേന്ദ്രവും കേരളവും തമ്മിൽ അന്തർധാരയുണ്ട്. എന്തിനാ പ്രചരിപ്പിക്കുന്നത്? ഈ പ്രചരണത്തിൻ്റെ പിന്നിൽ UDF ആണ്, ലീഗാണ്. എന്തിനാ? മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ ചേരിയിൽ നകറ്റാൻ വേണ്ടി. ഇടതുപക്ഷത്തോടൊപ്പം മുസ്ലിങ്ങൾ നിന്നാൽ അവർക്കറിയാം 100-ലേറെ സീറ്റുമായി ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും. അതിനവർ പറയുന്നു ഇടതുപക്ഷവും BJPയും തമ്മിൽ അന്തർധാര. മുഖ്യമന്ത്രിയെ മുണ്ടെടുത്ത മോഡി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. എൻ്റെ ചോദ്യം, സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ അന്തർധാരയുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് നൽകേണ്ട ന്യായമായ പദ്ധതി വിഹിതം നൽകണ്ടേ? 50,000 കോടിയിലേറെ രൂപ ഈ സംസ്ഥാനത്തിന് ഇക്കാലം അത്രയും നൽകേണ്ടത് പദ്ധതി വിഹിതമായി നൽകിയില്ല. 1. സംസ്ഥാനം പാസാക്കുന്ന നിയമങ്ങൾ, എത്ര നിയമങ്ങൾ നമ്മൾ പാസാക്കി? ആ നിയമങ്ങൾ, നിയമസഭ എന്നത് നിയമനിർമ്മാണ സഭയാണ്. ആ നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ പാസാക്കി തരണ്ടേ? ആ നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ഗവർണർ ഉപയോഗിച്ച് അട്ടിമറിക്കുന്നു. നിയമനിർമ്മാണം നടത്തിയാൽ സഭ നിയമം പാസാക്കി, അതിനകത്ത് ഒപ്പുവെക്കേണ്ട ഒരാൾ ഞാനാണ്, സ്പീക്കർ. സൈൻ മാനുവൽ എന്ന് പറയാം. ആ സൈൻ മാനുവലിനകത്ത് അടുത്ത കോളം 1 ബന്ധപ്പെട്ട മന്ത്രി, 2 സ്പീക്കർ, 3-മത്തത് ഗവർണർ. 16 നിയമങ്ങൾ ഞാൻ ഒപ്പുവെച്ച് രാജ്ഭവനിലേക്ക് പോയി. ഈ 16 നിയമങ്ങളും RSSന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവർണർ പിടിച്ചു വച്ചിരിക്കുക. 16 നിയമങ്ങൾ. ഇതൊരു ഫെഡറൽ സിസ്റ്റത്തിന് ഭൂഷണമാണോ? ഇവർ പറയുന്നു അന്തർധാര എന്ന് പ്രചരിപ്പിക്കുമ്പം സംസ്ഥാനത്ത് ലഭിക്കേണ്ട പണം തരുന്നില്ല. സംസ്ഥാനത്തിന്റെ നിയമങ്ങൾ പാസാക്കാൻ ഗവർണർ ഉപയോഗിച്ച് അട്ടിമറിക്കുന്നു. ഇതല്ലേ സാഹചര്യം? ഇത് മാത്രമാണോ? നിങ്ങൾക്കെല്ലാം അറിയാം,
മേപ്പാടിയിലെ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ്, മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഞാൻ അവിടെ പോയ ആളാണ്. ഞാൻ പോയത് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം പോകാനുള്ള കാരണം, നേരത്തെ ഞാനൊക്കെ പോയാൽ പിന്നെ കുറേ പോലീസ് എൻ്റെ പുറകിലുണ്ടാവുക. താലൂക്ക് ആശുപത്രിയിൽ പോയി. ചീഞ്ഞളിഞ്ഞ മനുഷ്യൻ്റെ മൃതശരീരത്തിൻ്റെ ഗന്ധമായിരുന്നു മൂക്കിലേക്ക് വന്നത്. രക്ഷാപ്രവർത്തന നേതൃത്വം കൊടുക്കുന്ന വോളണ്ടിയർമാർ അവർ പറഞ്ഞു, സാർ 18 ബോഡി കിട്ടി, 14 പാർട്സ് കിട്ടി. പാർട്സ് മനുഷ്യൻ്റെ അവയവങ്ങളാ, മനുഷ്യൻ്റെ അവയവങ്ങൾ കിട്ടി. മരിച്ചവർ എത്ര? മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ ഒരു കാലത്തും ആളുകൾക്ക് മുന്നിൽ കേണപേക്ഷിക്കേണ്ടി വരും എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ടവരാ. ഏതെങ്കിലും കാലത്ത് ആളുകൾക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാത്തവർ. അതാണ് അവിടുത്തെ ജനങ്ങൾ. റിലീഫ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി പോലീസ്. റിലീഫ് ക്യാമ്പിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ മുഖത്തും പുഞ്ചിരിയില്ല, ഒരു മനുഷ്യന്റെ കണ്ണിലും കണ്ണുനീരില്ല. നിസ്സംഗതയാണ്, പൂർണ്ണ നിസ്സംഗത. കാരണം എന്താ? എല്ലാം നഷ്ടപ്പെട്ടു. രാത്രി സന്തോഷത്തോടെ കിടന്നുറങ്ങിയവർ രാവിലെ പല ബന്ധുക്കളെയും കാണുന്നില്ല, സഹോദരങ്ങളെ കാണുന്നില്ല, വീട് കാണുന്നില്ല, സ്ഥാപക ജംഗമ സ്വത്തുക്കൾ പൂർണ്ണമായും കാണാതായി. എന്താ ഞങ്ങൾ ആവശ്യപ്പെട്ടത്? ഇങ്ങനെ ഒരു മഹാദുരന്തം ഒരു ഗ്രാമത്തിലുണ്ടായി. അവിടേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓടിയെത്തി. അവിടുത്തെ രക്ഷാപ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യാൻ റവന്യൂവിൻ്റെ മേധാവി എന്ന നിലയിൽ ശ്രീ കെ രാജൻ, പൂർണ്ണമായും റിയാസും രാജനും കേളുവും നിന്ന് ആ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. മാസങ്ങളോളം അവരവിടെ താമസിച്ചു, മാസങ്ങളോളം. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് നാച്ചുറൽ കലാമിറ്റി, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, നാഷണൽ കലാമിറ്റിയായി പ്രഖ്യാപിക്കണം, ദേശീയ ദുരന്തമായി. ഞങ്ങൾ വിചാരിച്ചു നാഷണൽ ഡിസാസ്റ്ററായി ഇവർ പ്രഖ്യാപിക്കും, ദേശീയ ദുരന്തമായി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പം ഞങ്ങൾക്ക് പണം കിട്ടും സംസ്ഥാനത്തിന്, ഇവർ സഹായിക്കുമെന്ന് ഞങ്ങൾ ധരിച്ചു. പല കത്തിടപാടുകൾ നടത്തി. മുഖ്യമന്ത്രി സംസാരിച്ചു, റവന്യൂ മന്ത്രി സംസാരിച്ചു, ചീഫ് സെക്രട്ടറി സംസാരിച്ചു. സംസാരം ഒരുപാട് നടന്നു. സംസാരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ദുരന്തം നടന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മോഡിജി വന്നു. മോഡിജി അങ്ങനെയാണല്ലോ, മോഡിജി ചോപ്പറന്ന് ചാടി ഇറങ്ങി. മോഡിജി ചോപ്പറന്ന് ചാടി ഇറങ്ങുന്നത് കംപ്ലീറ്റ് പിടിക്കാൻ ക്യാമറ, വീഡിയോ ക്യാമറ, സ്റ്റിൽ ക്യാമറ, ഒപ്പം സോഷ്യൽ മീഡിയയുടെ മോഡിയുടെ PR ടീം. മോഡിയുടെ നടത്തം കാറ്റ് വാക്കാണ്, പൂച്ച നടത്തം. പൂച്ച നടത്തം എന്ന് പറഞ്ഞാൽ സൗന്ദര്യ മത്സരങ്ങൾ റാണിമാരുടെ നടത്താണ്. അതിന് സമാനമായി ചോപ്പറെന്ന് മോഡി പൂച്ച നടത്തം തുടങ്ങി. മോഡി ചാടിക്കേറി ഒരു വീട്ടിലേക്ക്, കൂടെ ക്യാമറയും മോഡിയുടെ PR ടീമും. മോഡി കുഞ്ഞനെ തട്ടി മുകളിലോട്ട് ഉയർത്തി. കുഞ്ഞൻ മോഡിയുടെ മുഖത്തേക്ക് നോക്കി. മോഡി കുഞ്ഞനെ നോക്കി ചിരിച്ചു. കുഞ്ഞൻ മോഡിയുടെ താടി തടവി കൊടുത്തു. ഇതെല്ലാം ദേശീയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒരുപോലെ പ്രചരിപ്പിച്ചു. ദേശീയ തലത്തിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ. ദേശീയ ദുരന്ത നടത്തേക്ക് മോഡി എത്തിയിരിക്കുന്നു. ഞങ്ങൾ ആശ്വസിച്ചു, ഞങ്ങൾക്ക് പണം കിട്ടുമല്ലോ. മോഡി തിരിച്ചുപോയി. വാർത്തകൾ വന്നു, ഇന്റർനാഷണൽ ചാനൽസ് ഉൾപ്പെടെ. പക്ഷേ ഈ ദിവസം വരെ ആയിട്ടും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച ഈ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനങ്ങളെ സഹായിക്കാൻ ഒരു നയാ പൈസ പോലും മോഡി തന്നില്ല. ഞാനിപ്പം വിചാരിക്കുന്നത് ആ കുട്ടി മോഡിയുടെ മുഖത്ത് മൂത്രമൊഴിച്ച മതിയെന്നു ബാഗിൽ, എന്നാൽ അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാവുന്നു. ഇതാണോ സഹായം? എന്താണ് കേന്ദ്രത്തിന്റെ ബാധ്യത? ആ ബാധ്യത കേന്ദ്രം നിർവഹിക്കണ്ടേ? കേരളം ഇന്ത്യയിലല്ലേ? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? ഞങ്ങളുടെ കൂടി നികുതി പണമല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഞങ്ങളുടെ കൂടി നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യം നിങ്ങൾ ഭരിക്കുന്നു. സംസ്ഥാനത്തോട് അൺടച്ചബിലിറ്റി, അയിത്തം, ആ അയിത്തമല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇത് ശരിയാണോ? ഇത് ശരിയാണോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്കാരോട് ഞങ്ങൾ ചോദിക്കുന്നത്. ഇനി കോൺഗ്രസിനോടാ. ലോക്സഭയിൽ ഞങ്ങൾ തോറ്റു. ജനാധിപത്യത്തിലെ ജനവിധി ഞങ്ങൾ മാനിക്കുന്നു. നിങ്ങൾക്കാണ് ജനം പിന്തുണച്ചത് 19 പേർ, ഞങ്ങളൊന്നേ ഉള്ളൂ. എന്താ നിങ്ങൾ ചെയ്തത്? ഈ 19 പേർ ഈ 1 വർഷത്തിലേറെ ഈ മഹാദുരന്തത്തിന്റെ ഭാഗമായി ഈ സംസ്ഥാനത്തെ സഹായിക്കണമെന്ന് പറഞ്ഞോ? 19 നിങ്ങളല്ലേ ജയിച്ചത്? നിങ്ങൾ പറഞ്ഞോ? ആരാ അവിടുത്തെ MP? നിങ്ങളാളല്ലേ?
രാഹുൽജി ആയിരുന്നില്ല അപ്പോൾ? പിന്നെ പ്രിയങ്കാജി വന്നില്ലേ? പറഞ്ഞോ? ഞാനൊരു ദിവസം ഞാൻ വിചാരിച്ചു ഈ ചങ്ങായിമാർ പാർലമെന്റിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുക. അങ്ങനെയാണല്ലോ, പാർലമെന്റിന്റെ പുറത്ത് ഇങ്ങനെ പ്ലക്കാർഡ് പിടിച്ചാണല്ലോ സമരം ചെയ്യുക. ഇപ്പം ഞാൻ വിചാരിച്ചു ഇവർ സമരം ചെയ്യുന്നത് കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് തരണമെന്നും കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ TV കണ്ടു. ഇവരെ മുദ്രാവാക്യം ഒന്നുകൂടി ഞാൻ ചെവി കൊടുത്ത് കേട്ടു. എന്താ മുദ്രാവാക്യം? പോറ്റിയെ കേറ്റിയെ പാട്ട. ഇതും പാർലമെന്റും തമ്മിൽ എന്ത് ബന്ധം? ഈ കേരളത്തെ ബാധിക്കുന്ന വിഷയം പോറ്റി ശബരിമല കയറിയതാണോ? MP മാരെ തെരഞ്ഞെടുത്തത് പോറ്റി സ്വർണം കെട്ട വിഷയം പാർലമെന്റ് ഉന്നയിക്കാനാണോ? ഇത്രമാത്രം ജനവിരുദ്ധന്മാരായ, ഇത്രമാത്രം നാടിനോട് ശത്രുത കാണിക്കുന്ന MP മാർ ഇക്കാലം അത്രയും കേരളത്തിലുണ്ടായിട്ടില്ല. ഇവരല്ലേ ഞങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചത്. ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരാ, സംശയമൊന്നും വേണ്ട. പക്ഷേ തെരഞ്ഞെടുത്ത് പോയ പാർലമെന്റ് അംഗങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മുണ്ടക്കയിലും ചൂരൽമലയും വോട്ട് ചെയ്തവർ നിങ്ങളിൽപ്പെട്ട ഭൂരിഭാഗം ആൾക്കാരാ. അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്തവരാ. അവരോട് നിങ്ങൾ മര്യാദ കാണിച്ചോ? ഈ കേരളത്തോട് ഇത്രമാത്രം ക്രൂരത കാണിക്കാൻ എന്ത് അപരാധം ഞങ്ങൾ ചെയ്തത്? വർഗീയതയോടൊപ്പം നിൽക്കാത്തത് കൊണ്ടാണോ? ഇവിടെ കോൺഗ്രസിന് ജനം വോട്ട് ചെയ്തില്ലേ? ഈ വിഷയം നിങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കണ്ടേ? ഉന്നയിച്ചോ? രാഹുൽജി അല്ലേ? രാഹുൽജി ഇപ്പം എന്താ പറയുന്നത്? അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കും, മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് KC വേണുഗോപാൽ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തു. എന്താ? സ്വർണം കറ്റതാൽപ്പാ. അത് ഇംഗ്ലീഷിൽ മലയാളീകരിച്ച് വായിക്കുമ്പോൾ മലയാളം ഇംഗ്ലീഷിൽ എഴുതി വായിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ചെറിയ ബാലസംഘക്കാരൻ മുതൽ പാർട്ടിയുടെ ബന്ധുക്കളും എണീറ്റ് കിടക്കാൻ കാത്ത ആൾക്കാരും എല്ലാം ഫേസ്ബുക്കിലിട്ടു. സോണിയക്ക് അമ്മേനെ ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യം എന്താ? അമ്മമാരെ പറയിക്കുന്ന മക്കളായി ഇപ്പോഴും മാറാൻ പാടുണ്ടോ? രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിൽ നിന്നും നിലവാരം നാം പ്രതീക്ഷിക്കുന്നു. ആ നിലവാരം രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിന് കിട്ടിയോ? ഇന്നലെ വന്നെന്താ പറഞ്ഞ്? ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ആക്രമിച്ചോടെ കൂടിയാണത്രേ പിണറായി വിജയൻ നിന്നത്. രാഹുൽ ഗാന്ധി, നിങ്ങൾ ഈ രാജ്യത്തിന്റെ നേതാവാണ്. രാഹുൽ ഗാന്ധി, നിങ്ങൾ കളവ് പറയാൻ പാടില്ല. നിങ്ങൾ ഇന്ന് ജനം പ്രതീക്ഷിക്കുന്ന നിലവാരമാണ്. ആ നിലവാരം നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടല്ല, ഈ KC വേണുഗോപാൽ ചെവി കടിക്കുന്നുണ്ടാ. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ KC വേണുഗോപാലിന്റെ ചെവികടി നിങ്ങൾ മോചിതനാവണം. അല്ലെങ്കിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നിങ്ങൾ രക്ഷപ്പെടില്ല. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പാ. നമ്മൾ 10 വർഷമായി ഭരിക്കുന്നു. നമുക്കെതിരെ പറയാൻ എന്തും കൊണ്ടോ? ഒന്നുമില്ല. ഇപ്പം എന്താ പറയുന്നത്? എന്നാൽ ഇവർ മാറണം. കുറേ ആയില്ലേ ഇവർ മാറണം. ഭരണവിരുദ്ധതയുണ്ടോ? ഇല്ല. ആന്റി ഇൻകംബൻസി ഇല്ല. ഒന്നും പറയാൻ ഭരണവിരുദ്ധ വികാരമില്ല. ഈ ഭരണത്തിന്റെ നേട്ടമെത്താത്ത വീടുകളുണ്ടോ? ഏതെങ്കിലും വീടുണ്ടോ? പവർ കട്ടില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയില്ലേ? പവർ കട്ടില്ലാത്തത് ഈ നാട്ടിലെ എല്ലാ വീട്ടിലും നേട്ടമെത്തിയതിന്റെ ഭാഗാ. പിന്നെന്താ? അപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഇറങ്ങുന്നത്, എന്നാൽ ഇവർ മാറണം. എന്നിട്ട് ആരെയാ കൊണ്ടുവരണ്ട? കോൺഗ്രസിനെ. ഇപ്പൊ എത്രയാ മുഖ്യമന്ത്രി? ചെന്നിത്തല 1, സതീശൻ 2, മുരളീധരൻ 3, സുധാകരൻ 4. ഓൾറെഡി 4 ആൾ മത്സരത്തിലുണ്ട്. ഇതിന് പുറമെ ക്രാഷ് ലാൻഡിങ്ങിന് വേണ്ടി സുധാകരൻ നിൽക്കുന്നത്, KC വേണുഗോപാൽ നിൽക്കുന്നത് 5 ആള്. ഈ 5 ആള് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു, കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വേണം. അപ്പൊ ആരോ ചോദിച്ചു, ആരായിരിക്കണം? ഓർക്ക് മലയാളം അറിയാൻ പാടില്ല. വീണ്ടും ചോദിച്ചു, ആരാണത്? അവരിടക്കിടക്ക് വന്നാൽ മതി. വീണ്ടും ചോദിച്ചു, നിങ്ങൾ പേര് പറ. അപ്പൊ പറഞ്ഞു, അതെന്റെ പെങ്ങൾ തന്നെയാണ്. 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഒരു ഭാഗത്ത്, 6ാമത്തത് പ്രിയങ്ക ഗാന്ധിയെ ക്രാഷ് ലൈൻ ചെയ്യിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത്. ഈ മുന്നണിയാണോ കേരളം ഭരിക്കേണ്ടത്? തമ്മിൽ തല്ലി നാട് മുടിക്കുന്ന കുലംകുത്തികളുടെ മുന്നണി അതല്ല UDF മുന്നണി. ആ UDF ആണ്. ഒരു മന്ത്രി സ്ഥാനത്തേക്ക് 14 ആൾ ഇപ്പൊ ഉണ്ട് കേട്ടാ. 14 ആള്, 10 വീതം ആളുകൾ ഇപ്പൊ തന്നെ ഉണ്ട് മന്ത്രിയാവാൻ. അവരെയാണോ നിങ്ങൾ ഈ നാട് ഏൽപ്പിക്കേണ്ടത്? നാടൊരു പ്രത്യേക ഘട്ടത്തിലാ. നമുക്കിപ്പോ അനുഭവവേദ്യമാകാൻ തുടങ്ങും. എന്താ? ലോകം യുദ്ധത്തിലാ.
ആ യുദ്ധം ഏറ്റവും ആദ്യം ബാധിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളമായിരിക്കും. ഇപ്പൊ തന്നെ ബാധിച്ചു ഗ്യാസിന്റെ രൂപത്തിൽ. ഇറാന്റെ യുദ്ധം ഗ്യാസിന്റെ രൂപത്തിൽ ഈ സംസ്ഥാനത്തെ ബാധിച്ചു. അടുക്കളകൾ ബന്ധായിരിക്കുന്നു. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിന്റെ മുഖപ്രസംഗം ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട. ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നില്ല. ഒരു ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യം ഇവിടെ സംജാതമാകുന്നു. ലോക്ക്ഡൌണിന് സമാനമായ പാകിസ്ഥാനിൽ ലോക്ക്ഡൌൺ. ഈ രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ചോദിച്ചു, ലോക്ക്ഡൌൺ ഉണ്ടാകുമോ? ലോക്ക്ഡൌൺ ഉണ്ടാകില്ല എന്നിവ പറയുന്നു. ഉണ്ടാവില്ല എന്ന് ഉറപ്പില്ല. ലോക്ക്ഡൌണിന് സമാനമായ ഒരു സാഹചര്യം വന്നാൽ 25 ലക്ഷം പ്രവാസികൾ തിരിച്ച് കേരളത്തിലേക്ക് വന്നാൽ എങ്ങനെ പോകും ഈ നാട്? ഈ നാടിന്റെ സമ്പദ്ഘടന എന്താകും? നാം എങ്ങനെ ജീവിക്കും? ഇവിടുത്തെ ക്യാഷ് ഫ്ലോ എങ്ങനെ ഉണ്ടാകും? ഇതൊരു പ്രത്യേക ഘട്ടമാണ്. ഈ ഘട്ടത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പ്രാപ്തമായ ഒരു ഭരണാധികാരി ഉണ്ടാവണ്ടേ? അത് കോൺഗ്രസിന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. കോൺഗ്രസിൽ നിർഭാഗ്യവശാൽ അത് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അവരിപ്പോ ഇലക്ഷന്റെ ഘട്ടത്തിൽ ഗ്യാരണ്ടി ആയിട്ട് ഇറങ്ങിയിരിക്കും. ഇന്ദിരാ ഗ്യാരണ്ടി. ഇന്ദിരാഗാന്ധി കൊടുത്ത വാക്കെന്നെ പാലിച്ചിട്ടില്ല. ഇന്ദിരാ ഗ്യാരണ്ടി പാലിക്കാൻ പോകുന്നു. ആരായിരുന്നു ഗരീബി ഹട്ടാവോ വിളിച്ചത്? ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചതാരാ? ബേക്കാരി ഹട്ടാവോ എന്ന മുദ്രാവാക്യം വിളിച്ച് രാജ്യത്തെ പറ്റിച്ചതാരാ? വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുത്ത് ഈ രാജ്യത്തെ പറ്റിച്ച പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ഇന്ദിരാ ഗ്യാരണ്ടി. അതൊക്കെ ബഹുമാനായ പ്രകാശ് കാരാട്ട് സംസാരിക്കുന്നതിനോട് ഞാൻ പറയുന്നു. ഇവിടെ പറഞ്ഞ കാര്യം മാത്രം ഞാൻ പറയാം. ഞങ്ങള് 2000 കൊടുത്തു സാമൂഹിക ക്ഷേമ പെൻഷൻ. ഇപ്പൊ കിട്ടുന്നുണ്ട് 62 ലക്ഷം പേർക്ക്. നിങ്ങളോ? നിങ്ങൾ 500 രൂപ ഉയർത്തി. ഉമ്മൻചാണ്ടി 600 ആക്കി 18 മാസം കുടിശ്ശിക. നിങ്ങളിപ്പോ 3000 പറയുന്നു. ആട്ടുന്നിടത്ത് പോയിട്ട് പിണ്ണാക്ക് കൊടുക്കാത്തോൻ വീട്ടിൽ പോയി എണ്ണ കൊടുക്കുക. 600 രൂപയാക്കി 18 മാസം കുടിശ്ശികയാക്കിയവർ 3000 രൂപ കൊടുക്കുവോ? കൊടുക്കില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ അടുത്തെന്താ? KSRTC ബസ്സിൽ യാത്ര സ്ത്രീകൾക്ക് ഫ്രീ. സ്ത്രീകളൊക്കെ വലിയ സന്തോഷത്തിലാ. അയ്യോ, ഒരു വന്നാൽ നമുക്ക് ഫ്രീ ആണ് ബസ്സിൽ. ഏത് ബസ്സിൽ? KSRTC. കഥ അറിയും നിങ്ങൾ? കർണാടകയാണ് ആദ്യം നടപ്പിലാക്കിയത്. കർണാടകയിൽ സ്ത്രീകൾക്ക് ഫ്രീയാ. ശരിയാ. ഭാര്യയും ഭർത്താവും പോകുമ്പോൾ ഭാര്യയ്ക്ക് ഫ്രീ, ഭർത്താവിന് ഡബിൾ ചാർജ്. എങ്ങനെയുണ്ട്? ഇതാണോ വേണ്ടത്? KSRTCയിൽ ഞങ്ങൾ ഫ്രീ എന്ന് സതീശൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വാഗ്ദാനങ്ങൾ കൊടുക്കാനുള്ളതാണെന്നും അത് പാലിക്കാനുള്ളതല്ല എന്ന് വളരെ കൃത്യമായി UDF അറിയാം. അതാണ് അവർ 3000 പറഞ്ഞ്. പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ 1000 രൂപ കൊളയുട്ടിയെ കൊടുക്കും. ഡോക്ടർ പശുപതി സിനിമയുണ്ട്. ഇന്നസെന്റ് ഒരു വ്യാജ ഡോക്ടറാണ്. ഇന്നസെന്റ് മരുന്ന് കുടിച്ചു കൊടുത്തിട്ട് പറയും 3 ദിവസം കുടിച്ചിട്ട് പിന്നെ എന്റെ കുടിച്ചാൽ മതി. എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്നസെന്റ് ഉദ്ദേശിച്ചത് 3 ദിവസം പശുവിന് കൊടുത്തിട്ട് പിന്നെ പശു ബാക്കി ഉണ്ടേ കൊടുത്താൽ മതി എന്നാ. അതുപോലെ ഇവര് എന്താ 1000 രൂപ കോളേജ് കുട്ടിക്ക്. ഇവര് ഭരിച്ചാൽ കോളേജ് ഉണ്ടാകുമോ? കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ UDF ഭരിച്ചാൽ ഉണ്ടാകോ? ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ UDF വന്നാൽ പൂട്ടും. പിന്നെ ഒരു പ്രഖ്യാപിക്കുന്നു 25 ലക്ഷം രൂപ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്. ഇതാർക്ക് വേണ്ടിയാ? ഇത് കേരളത്തിലെ കോർപ്പറേറ്റ് ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാ. കേരളത്തിലെ കോർപ്പറേറ്റ് ആശുപത്രികളെ സഹായിക്കാൻ 25 ലക്ഷം രൂപ മെഡിക്കൽ ഇൻഷുറൻസ്. ആർക്ക് വേണ്ടിയാ? ഇതും പ്രഖ്യാപനമാണ്. ഇത് പഴയ കലന്തൻ ഹാജിയുടെ പ്രഖ്യാപനം പോലെയാ. കലന്തൻ ഹാജി നമുക്കെല്ലാം അറിയുന്ന ആളല്ലേ. കലന്തൻ ഹാജി വടകരയിലെ സ്ഥിരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ. കലന്തൻ ഹാജിയുടെ വാഹന പ്രചരണം തന്നെ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ വാഹനം ഏറ്റവും മുന്നിൽ നിർത്തി കലന്തൻ ഹാജിയുടെ ശിങ്കിടി ഗേറ്റ് തുറക്കും പറയും 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കലന്തൻ ഹാജി കടന്നു വരുന്നു. സിനിമാ തിയേറ്റർ വിട്ടാൽ ചിത്രവാണിയുടെ മുന്നിൽ പോയി കലന്തൻ ഹാജി നിൽക്കും. എന്നിട്ട് ശിങ്കിടി അനൗൺസ് ചെയ്യും കലന്തൻ ഹാജി ഇതാ 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോട് 100 കണക്കിന് ആളുകളുടെ അകമ്പടിയോട് കടന്നു വരുന്നു. പ്രഖ്യാപനം പൊന്നം പാലം പൊന്നാക്കും, ആകാശത്ത് പന്തലിടും. അതുപോലെ അഭിനവ കാലത്തെ കലന്തൻ ഹാജിയാണ് VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും. ഒരു പ്രഖ്യാപനത്തിനപ്പുറത്ത് ഒരു കാര്യവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ വാഗ്ദാനം കൊടുക്കുന്നുവെങ്കിൽ നടപ്പിലാക്കുന്നവരാ.
കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരാണ് ഞങ്ങൾ. ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് സൂക്ഷ്മതലത്തിൽ ജനങ്ങൾക്ക് മുമ്പാകെ ഒരു സർക്കാർ 5 വർഷം അധികാരത്തിലേറിയാൽ എന്തൊക്കെ ചെയ്യണം പ്രയോറിറ്റി നിശ്ചയിച്ചു. ആ പ്രയോറിറ്റി അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ ഇവിടെ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. ആ പ്രകടന പത്രിക ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കും. UDF പോലെ തട്ടിപ്പും വെട്ടിപ്പും ഉഡായിപ്പുമല്ല. ഇവിടെ നിഷാദ് പറഞ്ഞല്ലോ വയനാട്ടിലെ കാര്യം, ചുരൽമലയിലെ ഇവിടെ പോയി കാശ്. സ്വരാജിന്റെ നിരന്തരമായ പത്രസമ്മേളനം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇവർക്ക് പറയേണ്ടി വന്നു ഞങ്ങൾ 5.5 കോടി പിരിച്ചു. ഞങ്ങളിപ്പോഴും ചോദിക്കുന്നു എവിടെ പോയി പിരിച്ച കാശിന്റെ ബാക്കി? ഇത് ഇനിയും പിരിക്കാൻ വേണ്ടിയാട്ടാ. ഇനിയും ബക്കറ്റ് കോടിയേരി പറയുന്ന പോലെ ഞങ്ങൾ പിരിച്ചാൽ ജനം ബക്കറ്റിൽ പൈസ ഇടും, നിങ്ങൾ പിരിക്കാൻ ബക്കറ്റ് നീട്ടിയാൽ ജനം ബക്കറ്റിൽ കല്ലിടും. ഇനി കല്ലല്ല, ആ കല്ല് കൊണ്ട് അവർ എറിഞ്ഞോടിക്കണം. കാരണം ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളുടെ കാശ് ഒഴുകുന്ന മുന്നണിയായി കോൺഗ്രസ് മാറി. ലീഗിനെ പറ്റി നമ്മൾ പറയുന്നില്ല. ലീഗ് വീടെടുത്ത്, ഞങ്ങൾ പരം കൂടിയിട്ടില്ലെങ്കിലും ലീഗ് വീടെടുത്ത് കൊടുക്കുന്നുണ്ട്. കോൺഗ്രസിന് നമ്പാൻ പറ്റില്ല. കരുണാകരൻ സപ്തതി മന്ദിരത്തിന്റെ പണി പൂർത്തിയായോ? ഇവിടുത്തെ DCC ആഫീസ് തന്നെ എത്ര കൊല്ലം കഴിഞ്ഞ പൂർത്തിയാക്കിയ? ഫണ്ട് പിരിച്ച് ഫണ്ട് മുക്കാൻ ഒരു മടിയും കാണിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. എല്ലാ കാലത്തും അങ്ങനെയാ. എവിടെ ഇപ്പൊ നോക്കി നിങ്ങൾ എത്രയാ ഫ്ലക്സ് ബോർഡ് UDF നേതാവിന്റെ? ഞങ്ങൾ പിരിച്ചത് പ്രാദേശികമായി ഞങ്ങൾ വെച്ചു, ഞങ്ങൾ പിരിച്ചു വെച്ചു. നിങ്ങളോ? ഇവിടെ വരുന്ന UDF സ്ഥാനാർത്ഥിയുടെ ചിത്രം അത് മുണ്ടക്കൈയിലെ പാവപ്പെട്ട കണ്ണീരിന്റെ പണം കൊണ്ടുണ്ടാക്കിയതാ. അവരുടെ ശവശരീരം കാണിച്ചു വിറ്റ്, ആ ശവം വിറ്റ് വാങ്ങിയ കാശാണ്. അവരുടെ കണ്ണീര് വിറ്റ് കട്ടിയ കാശാണ്. ആ കണ്ണീര് വിറ്റ് കിട്ടിയ കാശാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രചരണത്തിന് വേണ്ടി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും തക്ക മറുപടി നൽകാൻ ഈ നാട് തയ്യാറെടുത്തിരിക്കുന്നു. ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചു പോകുന്നവർ, ആസൂത്രിതമായി ജനങ്ങളെ ആക്ഷേപിക്കുന്നവർ, കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാത്തവർ, ഇവരെന്താ അവസാനം പറഞ്ഞ? നിയമസഭ ഇപ്പം പറയുന്നത് സംവാദത്തിനുണ്ടോ മുഖ്യമന്ത്രിയോടാ? മുഖ്യമന്ത്രി സംവാദത്തിന്റെ ഏറ്റവും ഉയർന്ന വേദി നിയമസഭയല്ലേ? ഉയർന്ന വേദി. നിങ്ങൾ അവിടെ തയ്യാറായോ? ഈ സംസ്ഥാനത്തിന്റെ സംവാദത്തിന്റെ ഏറ്റവും ഉയർന്ന വേദി നിയമസഭ. നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങളുണ്ട്. ആ അടിയന്തര പ്രമേയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചക്കെടുത്ത ഗവൺമെന്റാണ് പിണറായിയുടെ ഗവൺമെന്റ്. 18 അടിയന്തര പ്രമേയം, 1 മുതൽ 14 വരെ 30 അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത് ഏതാണ്ട് 50-ലേറെ വർഷം. ഇപ്പോഴോ 5 വർഷം കൊണ്ട് 18 എണ്ണം. അതിൽ നിന്ന് ടീം പിണറായി സംവാദത്തിന് റെഡിയാ. അവസാനം ഓരോ വിഷയവും അടിയന്തര പ്രമേയം തരാതെ ഇവർ ബഹളുണ്ടാക്കി ഇറങ്ങിപ്പോക്കാം. ഒന്നും പറയാനില്ല. നിരന്തരം സ്വർണ്ണ പ്രശ്നം ഉയർത്തി പ്രശ്നം ഉണ്ടാക്കിയപ്പം മുഖ്യമന്ത്രി ഞാൻ വിളിച്ചു, അല്ല നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്തൂടെ? മുഖ്യമന്ത്രി പറഞ്ഞു നോട്ടീസ് നൽകിയാൽ അപ്പം ചർച്ച. പക്ഷെ നോട്ടീസ് തരുന്നില്ല. നോട്ടീസ് തരാതെ ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. നോട്ടീസ് നൽകാൻ അവർക്ക് ഭയമാണ്. അവിടെ സംവാദത്തിന് തയ്യാറാവാതെ ബഹളമുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നതിനപ്പുറത്തേക്ക് എവിടെയാണ് നിങ്ങൾ സംവാദത്തിന് തയ്യാറായത്? ഇവിടെ നിങ്ങൾ നോക്കണം. ഈ 18 അടിയന്തര പ്രമേയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം, അതെല്ലാം ചർച്ച ചെയ്തിട്ട് ഒളിച്ചോടി പോകേണ്ടി വന്നു. ഇവിടെ അവസാനത്തെ നിയമസഭാ സമ്മേളനങ്ങളിൽ അവർ ആവർത്തിച്ച് പറഞ്ഞു നിങ്ങൾ വാ, ഞങ്ങൾക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു അവരോട് വാ നമുക്ക് ചർച്ച ചെയ്യാം. അടിയന്തര സീറോ ഓവറാണല്ലോ, അവിടെയാണല്ലോ വിഷയം വരേണ്ടത്, നമുക്ക് ചർച്ച ചെയ്യാം. 2 മണിക്കൂർ ചർച്ച ചെയ്യാം. വരുന്നില്ല. പക്ഷേ നിയമസഭാ സമ്മേളനം ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇവിടെ ഇപ്പം ന്യൂനപക്ഷ വിഭാഗത്തെ നമ്മളെ അകറ്റാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന കുറെ കള്ളക്കഥകളുണ്ട്. എന്തൊക്കെ കഥകളാ? എന്തെല്ലാം പ്രചരിപ്പിച്ചാലും ന്യൂനപക്ഷം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയില്ല. അവർക്കറിയാം ഞങ്ങളെ. അവർക്കറിയാം ഒരു ദുരന്തമുഖത്ത് ഒരു പ്രതിസന്ധി ഉയർന്നു വരുമ്പം ആരുണ്ടാകും കൂടെ. വകതിരിവുള്ളവരാണ് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ. തിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ. ആ ന്യൂനപക്ഷങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. എന്താ അവർ പ്രചരിപ്പിക്കുന്ന? ഇപ്പോ PM ശ്രീ പിണറായി നടപ്പിലാക്കിയെന്ന എന്താ PM ശ്രീ? പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. അതൊരു കേന്ദ്ര പ്രോജക്റ്റാണ്. സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടിയാ, ഉന്നമനത്തിന് വേണ്ടിയാ. ആ പദ്ധതിയിൽ പറയുന്നു നിങ്ങൾ സിലബസ് കൂടി തീരുമാനിക്കണം. അതിൻ്റെ മുകളിലാണ് സർക്കാരും കേന്ദ്രവും തമ്മിൽ തെറ്റിയത്.
ഒടുവിൽ പറഞ്ഞോ നിങ്ങൾ ഒപ്പുവെച്ചോ? ഞങ്ങൾ ഒപ്പുവെച്ചു, ശരിയാ. പക്ഷെ ഞങ്ങളൊരു മുന്നണിയുടെ ഗവൺമെന്റാണ്. മുന്നണിക്കകത്ത് ഒരേപോലെ ചിന്തിക്കുന്ന പാർട്ടികൾ എല്ലാ കാര്യങ്ങളും ഒരേപോലെ യോജിക്കണമെന്നില്ല. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു, ഡിഫറൻസ് വന്നു. ജനാധിപത്യമാണല്ലോ. ഡിഫറൻസസ് വന്നപ്പോൾ ഞങ്ങൾ പിന്മാറി. PMCയിൽ നിന്നും ഞങ്ങൾ പിന്മാറി. എന്നിട്ടും ഇവിടെ മുസ്ലിം ഭവനങ്ങളിൽ പോയി പറയുന്നു PM ശ്രീ, PM ശ്രീ, PM ശ്രീ. എന്ത് PM ശ്രീ? ആരാ കർണാടക മുഖ്യമന്ത്രി? സിദ്ധരാമയ്യ. ഏതാ പാർട്ടി? കോൺഗ്രസ്. PM ശ്രീ ഒപ്പുവെച്ചു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് അണ്ണൻ ഇവിടെ വന്നിട്ട് പിണറായി ആക്ഷേപിച്ചു പോയിരിക്കില്ലേ രേവന്ത് അണ്ണൻ? അവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ഇല്ല, പെൻഷനില്ല, സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങി, തട്ടിപ്പും വെട്ടിപ്പോയി നടക്കുന്ന ചങ്ങാതി രേവന്ത് അണ്ണൻ. ആ രേവന്ത് അണ്ണൻ്റെ നാട്ടിൽ PM ശ്രീ ഒപ്പുവെച്ചു. 3, കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മുഖമാണ് അശോക് ഗെഹ്ലോട്ട്. അദ്ദേഹം ഇന്നിവിടെ. അവിടെ പാർട്ടി ഭരണവർക്ക് നഷ്ടപ്പെട്ടു, പക്ഷേ അവിടെയും PM ശ്രീ ഒപ്പുവെച്ചു. 4, ഹിമാചൽ പ്രദേശ്, അവിടെയും ഭരിക്കുന്ന കോൺഗ്രസ്, അവിടെയും അവർ ഒപ്പുവെച്ചു. നിങ്ങൾ 4 സംസ്ഥാനങ്ങൾ PM ശ്രീ ഒപ്പുവെച്ചു. എന്തേ മിണ്ടാത്തത്? 4 സംസ്ഥാനങ്ങൾക്കകത്ത് നിങ്ങൾ PM ശ്രീ ഒപ്പുവെച്ചു. എന്തേ ലീഗൊന്നും മിണ്ടാത്തത്? എന്തേ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്കെതിരെ പിറ്റിന പറയുന്നത് പോലെ ഇത് കയറി പറയാത്തത്? 4 സംസ്ഥാനങ്ങൾക്കകത്ത് കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് PM ശ്രീ ഒപ്പുവെച്ചു. എന്തേ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ചെവി കടിക്കാത്തത്? ഇതാണ് പ്രചരണം. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു പുകമറ സൃഷ്ടിക്കുക, ആ പുകമറ സൃഷ്ടിച്ച് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുക. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ തലശ്ശേരിയുടെ 10 വർഷത്തെ വികസനം, 10 വർഷമല്ല, ഇതൊരു തുടർച്ചയാണ്. സഖാവ് കോടിയേരിയുടെ തുടർച്ച. 15 വർഷം സഖാവ് കോടിയേരി, തുടർന്ന് 10 വർഷം ഞാൻ. ഓരോന്നിന്റെയും തുടർച്ചയാണ് ഞങ്ങൾ ഓരോരുത്തരും.